എല്ലാവർക്കും അഭിവാദ്യം ചെയ്യാം. എല്ലാവർക്കും ജനങ്ങൾ അടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം. മഹാത്മാ അയ്യങ്കാളിയുടെ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് ഓർമ്മ ദിനത്തിൽ ഇവിടെ കടന്നു വന്ന എല്ലാ ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ാമത് ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ചുള്ള ശ്രീ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ബംഗാളൂർ തീർത്ഥാടനത്തോടെ നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ജഗതി അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് സമ്മേളനവും അതോടൊപ്പം തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ സാധുജന പരിപാല സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ഇവിടെ വെച്ച് സമ്മാനിക്കും. നമ്മുടെ മഹാത്മാ അയ്യങ്കാളി നമ്മളെ വിട്ടുപോയിട്ട് ഇന്ന് 84 വർഷങ്ങളാകുകയാണ്. ഈ 84 വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവാണ്. നമുക്ക് അത്ര വലിയ രീതിയിലേക്ക് മാറാൻ നമ്മൾ ഈ ദിവസം മുതൽ നമ്മൾ മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം വണ്ടിയെ കുറിച്ചും തലപ്പാവിനെ കുറിച്ചൊക്കെ. അപ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പുതുതലമുറയിലുള്ളവർ തന്നെ അത് ഏറ്റുപാടുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഈ സമയത്ത് വേടനെ ഇങ്ങനൊരു പുരസ്കാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനമാണ്. 9 വർഷക്കാലം ഇതാണെന്ന് പറഞ്ഞപ്പോ ജനങ്ങള് ഈ കൂട്ടി ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യേണ്ടി നമുക്ക് അവസരം ഒരുക്കിയാൽ ഈ നാട്ടിലെ സംഘടനയോട് താല്പര്യം വാക്കുകളെക്കാളും നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്നത് വേടന്റെ വാക്കുകളും വേടന്റെ പാട്ടുകളുമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. തുടർന്ന് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം പകർന്ന ബംഗാളൂരിൽ മറ്റൊരു ചരിത്രം എഴുതി ചേർത്തുകൊണ്ട് നടന്നു വന്ന ശ്രീ വേടൻ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് ഓർമ്മ ദിനത്തിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തില് സാധുജന പരിപാല സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടിത്തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ, ഓ മക്കളെ, വരാട കണ്ടുകാണ
നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന, നമ്മളെല്ലാവരും യുണൈറ്റഡ് ആകുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതന ധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം. നമ്മളെപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറഞ്ഞല്ല, ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. മഹാവീരൻ, മഹാവീരനാണ്. അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി, മക്കളെ വരാനാക്കണ്ട ഒരു മിനിറ്റ്, അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. നന്ദി. എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ അധികം ഒന്നും ഉണ്ടെങ്കിൽ ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഞാൻ എന്ത് പാട്ട് പാടണം? കേട്ടില്ല. പൊയ്യയിലെ അപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറയുന്നത്. വണക്കം. ഞാൻ പതുക്കെ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുക്കണം. ദയവ് ചെയ്ത് ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന്. ഉപ്പുകാട്ടി മീന് മണക്കും നടുക്കടലിൽ കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മക്കളെ ശരിടാ ശരിടാ. വളരെ കുറച്ച് സമയമേ അനുഭവിച്ചിട്ടുള്ളൂ. പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. പിന്നെ അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ്. പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരാം, പോയിട്ട് വരാം. ഇതൊന്ന് ഇത് വേറൊരു സ്പെഷ്യൽ ഓഫ് ചെയ്തോളൂ. മറ്റൊരു പുസ്തകം ചരിത്രത്തിലെ ശ്രീ അയ്യങ്കാളി. ചരിത്രത്തിലെ അയ്യങ്കാളി, അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ശ്രീ കുന്നുകുഴി എസ് മണി നമുക്ക് വേണ്ടി എഴുതിയതാണ്. നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറെയും തുടർന്ന് വായിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതിന്റെ ഒരു കാരണം, നമ്മളിപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. നമ്മൾ ആ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും. അപ്പോഴും നമ്മൾ മഹാവീരൻ അയ്യങ്കാളിയെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. ആ ഒരു സാഹചര്യത്തില് ഈ പുസ്തകം
മഹാവീരൻ അയ്യങ്കളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ കുന്നുകുടി എസ് മണി എഴുതിയ പുസ്തക പ്രകാശനം കൂടി ഞാനിവിടെ നടത്തുകയാണ്. വില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഹിരൺദാസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നിങ്ങളും നിങ്ങളും അതേ വഴിയിലൂടെ തന്നെ നടക്കുക, വിദ്യാഭ്യാസം നേടുക, അധികാര ശ്രേണിയിലേക്ക് എത്തുക. നമ്മുടെ ജനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. ജയ് ഭീം, ജയ് ഭീം, ജയ് ഭീം. ഓണാണ്. എനിക്കിപ്പോ ഇറങ്ങാൻ നേരായിട്ടുണ്ട്. ഒരുപാട് പരിപാടികളെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടിയേറി പായുമ്പോൾ എന്റെ തലപ്പാവിൽ നിന്ന് കിളക്കം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? മഹാവീരൻ അയ്യങ്കാളി. പോയിട്ട് വരാം മക്കളെ. ഇതിലും വലിയൊരു വേദി ഞാൻ കാണാൻ പറ്റട്ടെ. നന്ദി, ഒരുപാട് പോയിട്ട് വരാം.